നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പാർട്ടിക്കിൾ ഡൈനാമിക്സിലെ കണികാഗതികം ചലനം അതുപോലെ അവലംബക വസ്തു റെഫറൻസ് ബോഡിനെയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ബലവും ചലനവും, ഫോഴ്സ് ആൻഡ് മോഷൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെ ചലിപ്പിക്കാനും അതുപോലെ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും നമ്മൾ എന്താണ് പ്രയോഗിക്കുന്നത്? ബലമാണ് പ്രയോഗിക്കുന്നതെന്ന് അറിയാം. ബലം എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അപ്പോൾ ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും എന്തിനു സാധിക്കും? ബലത്തിന് സാധിക്കും. അപ്പോൾ ബലവും ചലനവും നമുക്കറിയുന്നൊരു ടോപ്പിക്കാണ്. എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന ആൾക്കാരാണ് ഫിസിക്കൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും അറിയുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ബലവും ചലനവും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗലീലിയോ ആണ്. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ HSC ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിൻ്റെ നമുക്ക് സബ്ജക്റ്റ് വൈസ് ഉള്ളതെല്ലാം മലയാളത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. അത് ജനറൽ പേപ്പർ ആണെങ്കിൽ ഇംഗ്ലീഷിലും ആയിരിക്കും. നമ്മൾ LDC അതുപോലുള്ള എക്സാമുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ കൂടുതലും പരിചയമുള്ളത് മലയാളത്തിലായിരിക്കും ജനറൽ പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഈ HSC ഫിസിക്കൽ സയൻസ് HSC പോലുള്ള എക്സാമുകൾക്ക് എന്താണ്, അത് മലയാളത്തിലല്ല, അത് ഇംഗ്ലീഷിലും നമ്മൾ പഠിച്ച സബ്ജക്റ്റ് വൈസൊക്കെ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അത് മലയാളത്തിലായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ ടേംസുകളും നമ്മൾ മലയാളത്തിൽ എന്തായാലും അറിഞ്ഞിരിക്കണം. ആധുനിക ശാസ്ത്രത്തിൻ്റെ മോഡേൺ എന്നല്ല അർത്ഥം. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗലീലിയോ ആണ്. ഇനി പോയിൻ്റ് വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം വസ്തുവിൻ്റെ വലുപ്പത്തേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ വലിപ്പം നമുക്ക് അവഗണിക്കാം. അത്തരം വസ്തുക്കളെ പോയിൻ്റ് വസ്തുക്കൾ എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം വളരെ ദൂരത്തിലേക്കാണ് ഇത് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വലിപ്പം നമുക്ക് ആ സഞ്ചാര ദൂരത്തിനേക്കാളും വളരെ ചെറുതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോയിൻ്റ് വസ്തുക്കൾ. നമുക്കൊരു ഉദാഹരണമായിട്ട് 2 റെയിൽവേ സ്റ്റേഷനുകളുടെ ഇടയിലൂടെ തുടർച്ചയില്ലാതെ ചലിക്കുന്ന ഒരു റെയിൽവേ കോച്ച്. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ 2 സ്റ്റേഷനുകളുടെ ഇടയിൽ, അപ്പോൾ അതെന്താണ്? അതിൻ്റെ ദൂരം കണക്കാക്കുമ്പോൾ ഈ റെയിൽവേ കോച്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻ്റ് വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിൻ്റ് വസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ദൂരത്തിനേക്കാളും വളരെ ചെറുതായിരിക്കും. അതിനെ നമുക്ക് എന്താ പറയാം? പോയിൻ്റ് വസ്തുക്കൾ എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ചലനങ്ങളുടെ 1 ഡയമെൻഷൽ 2 ഡയമെൻഷൽ 3 ഡയമെൻഷൽ മോഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ അതാണ് ഏകമാന ചലനങ്ങൾ. 1 ഡയമെൻഷൽ മോഷൻ എന്ന് പറയും ഏകമാന ചലനങ്ങൾ. ഏകമാന ചലനം വിവരിക്കാൻ ഒരു അക്ഷം മാത്രം മതി. അപ്പോൾ നമുക്ക് അക്ഷം എന്താണെന്ന് അറിയാം അല്ലേ. X ആക്സിസ് Y ആക്സിസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ തിരശ്ചീന എന്നും പറയും. അതുപോലെ മലയാളത്തിൽ വേർട്ടിക്കലും ഹൊറിസോണ്ടലും പറയുന്നത് പേരാട്ടോ. അപ്പോൾ അതിൽ ഒരു അക്ഷം മാത്രം മതി നമുക്ക്. ഒരു ഏകമാന ചലനം വിവരിക്കാൻ എന്ത് മതി? ഒരു അക്ഷം മാത്രം മതി. അപ്പോൾ നേർരേഖയിലുള്ള വാഹനത്തിൻ്റെ ചലനം ഒരു നേർരേഖയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ചലനത്തിന് നമ്മൾ ഏകമാന ചലനം എന്ന് പറയും. 1 ഡയമെൻഷൻ മോഷനാണ്. അപ്പോൾ ഒരു അക്ഷം മതി നമുക്കതിനെ. X ആക്സിസ് അല്ലെങ്കിൽ Y ആക്സിസ് ഏതെങ്കിലും ഒരു അക്ഷം മതി നമുക്ക് ആ ചലനത്തിന് പറയാൻ. അടുത്തതാണ് ദ്വിമാന ചലനങ്ങൾ എന്ന് പറയും. 2 ഡയമെൻഷൽ മോഷൻ. 2 ഡയമെൻഷൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്താ? 2 അക്ഷങ്ങൾ ആവശ്യമായിരിക്കും. X ആക്സിസ് അതുപോലെ Y ആക്സിസ് ആവശ്യമായിരിക്കും. അത് പറയാം. ഈ പ്രൊജക്റ്റൈൽ മോഷൻ പറയണമെങ്കിൽ എന്താ? നമുക്കൊരു ഗ്രാഫ് വരയ്ക്കും പറയാം. അതിന് X ആക്സിസും Y ആക്സിസും ഉണ്ടാകുമ്പോൾ അതിൽ പ്രൊജക്റ്റൈൽ മോഷൻ കാണിക്കണമെങ്കിൽ നമുക്ക് 2 അക്ഷം വേണം. 2 ഡയമെൻഷൽ മോഷനാണ്. 2 ഡയമെൻഷൻ. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡിലൂടെ ഒരു ഉറുമ്പ് നടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഉറുമ്പ് എവിടെയാണ്? ആ ഉറുമ്പിൻ്റെ പൊസിഷൻ പറയണമെങ്കിൽ എന്ത് പറയണം? X ആക്സിസും Y ആക്സിസും പറഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഉറുമ്പിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാവുക. അതാണ് ദ്വിമാന ചലനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ത്രിമാന ചലനങ്ങൾ 3 ഡയമെൻഷൽ മോഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എളുപ്പമാണ്. ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷി X Y Z അങ്ങനെ 3 അക്ഷരത്തിലാണ് നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ത്രിമാന ചലനത്തിന് എന്താണ്? 3 അക്ഷരങ്ങൾ ആവശ്യമായിരിക്കും. അപ്പോൾ ആകാശത്തൂടെ പറക്കുന്ന ഒരു പക്ഷീനെ ആലോചിക്കുമ്പോൾ നമുക്കത് പറയണമെങ്കിൽ ആകാശത്തൂടെ പറക്കുന്ന പക്ഷി ഒരു 3D പിക്ചർ അല്ലേ അത്. അപ്പോൾ അത് പറയണമെങ്കിൽ നമുക്ക് 3 ഡയമെൻഷൻ ത്രിമാന ചലനങ്ങൾ എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ നേർരേഖാ ചലനം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, നേർരേഖാ ചലനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. അപ്പം മാമ്പഴമൊക്കെ ഞെട്ടിട്ട് വീഴുന്നത്. മാമ്പഴം ഞെട്ടിട്ട് വീഴുക എന്ന് പറയുമ്പോൾ
നമ്മൾ വിചാരിക്കും മുകളിൽ നിന്ന് താഴോട്ടല്ലേ ഇത് വീഴുന്നത്, അപ്പോൾ അതെങ്ങനെ എന്താ പറയുക ഒരു നേർരേഖ ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെട്ടറ്റ് വീഴുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, വേറെ എവിടേക്കും ചലിക്കുന്നില്ല. അപ്പോൾ അതിന് പറയുന്നതെന്ന് വെച്ചാൽ നേർരേഖ, ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ, നേരെ താഴേക്കാണ് വീഴുന്നത്. അതുകൊണ്ടാണ് അതിനെ നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഇനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിൻ്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിനെ നേർരേഖയിലൂടെയുള്ള സമചലനം എന്ന് പറയാം, യൂണിഫോം മോഷൻ എന്ന് പറയാം. എന്താണ്? ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയ ഇടവേളയിലാണ് തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, തുല്യ ദൂരം, അപ്പോൾ ആദ്യം ഒരു എന്താ പറയുക, ഒരു സെക്കൻഡിൽ ഇത്ര സ്പീഡ് ഇവിടെ എത്തി, ഇത്രയും ദൂരം കവർ ചെയ്തു, ഒരു സെക്കൻഡിൽ 2 മീറ്റർ കവർ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ അത് തന്നെയായിരിക്കും പിന്നെ അടുത്ത ഒരു സെക്കൻഡിൽ 2 മീറ്റർ തന്നെ കവർ ചെയ്യും. അപ്പോൾ അതിന് എന്താണ് പറയുക? സമചലനം എന്നാണ് പറയുക. അപ്പോൾ നേർരേഖയിലുള്ള സമചലനം എന്ന് പറയുന്നു. എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ടിക്കൽ ഡൈനാമിക്സിലെ മൊഡ്യൂൾ 1ൻ്റെ ഫസ്റ്റ് കണികാഗതികം നമ്മൾ പറഞ്ഞു. അത് ഞാൻ ഷോർട്ട്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കണികാഗതികം പറഞ്ഞിട്ടുണ്ട്, ചലനം എന്താണെന്ന് പറഞ്ഞു, അവലംബക വസ്തു എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ബലവും ചലനവും എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു, പോയിൻ്റ് വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ഏകമാന ചലനങ്ങൾ, ദ്വിമാന ചലനങ്ങൾ, ത്രിമാന ചലനങ്ങൾ. ഇത് എന്തായാലും ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ദ്വിമാന ചലനങ്ങൾ എന്ന് ചോദിച്ചിട്ട് ABCD ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ അക്ഷം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? നേർരേഖ ചലനം പഠിച്ചു, സമചലനം എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ദൂരവും സ്ഥാനാന്തരവും പഠിക്കണം. അതുപോലെ അതിൻ്റെ അതിശളവ്, സദിശളവിനെ കുറിച്ച് പഠിക്കണം, വേഗവും പ്രവേഗവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കഴിഞ്ഞ തവണ HSAക്കൊക്കെ കൂടുതൽ 2018 HSAക്കൊക്കെ കൂടുതലും ഈ ചാപ്റ്ററിൽ നിന്ന് ഈ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും മിസ് ചെയ്ത് കളയരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.